ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ഭാഗവതത്തെ പറ്റി പറയാം. ശ്രീമദ് ഭാഗവതം ഭാരതീയ പുരാണങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ഗ്രന്ഥമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളും ഭക്തിയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രന്ഥം കേവലം ഒരു പുസ്തകമല്ല, ഭഗവാന്റെ വാക്മയ രൂപം തന്നെയാണ്. ഭാഗവത പാരായണം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ആത്മീയ സാധനയാണ്. ഭാഗവത പാരായണത്തിന്റെ പ്രാധാന്യവും ഗുണങ്ങളും പറയാം. ഭാഗവത പാരായണത്തിന്റെ പ്രാധാന്യം. ഭക്തിയുടെ പാത. സകല പുരാണങ്ങളിലും വെച്ച് ഭക്തിക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. ഭഗവാനോട് എങ്ങനെ സമ്പൂർണമായി സമർപ്പിക്കാം എന്നതിലേക്കുള്ള വഴികാട്ടിയാണ്. ജീവിതത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ എങ്ങനെ ശരിയായ രീതിയിൽ പിന്തുടരാം എന്ന് ഭാഗവതം പഠിപ്പിക്കുന്നു. ആത്മീയ ഉണർവ്. നിരന്തരമായ പാരായണം ഒരാളിലെ ആത്മീയമായ ഉണർവിന് കാരണമാകുന്നു. അത് മനസ്സിനെ അനാവശ്യമായ ചിന്തകളെ മാറ്റി ഈശ്വര ചിന്തയിലേക്ക് മനസ്സിനെ നയിക്കുന്നു. പാരായണം കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ. മനഃശാന്തി. ഇന്നത്തെ കാലത്തെ തിരക്കേറിയ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾ സ്വാഭാവികമാണ്. ഭാഗവത പാരായണം മനസ്സിന് അതീതമായ ശാന്തിയും ഏകാഗ്രതയും നൽകുന്നു. പാപനാശനം. പുരാണം വിശ്വാസമനുസരിച്ച് ഭക്തിയോടെയുള്ള ഭാഗവത പാരായണം ഒരു വ്യക്തിയുടെ കർമ്മദോഷങ്ങളെയും പാപചിന്തകളെയും അകറ്റാൻ സഹായിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും തളരാതെ അവയെ അതിജീവിക്കാനുള്ള മനോധൈര്യം ഭാഗവത കഥകൾ നൽകുന്നു. ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ വ്യക്തി സ്വന്തം ദുഃഖങ്ങളെ മറക്കുകയും ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. ജ്ഞാനപ്രാപ്തി. ഭഗവത്ഗീത പോലെ തന്നെ ഭാഗവതവും ഉന്നതമായ തത്വചിന്തകൾ ഉൾക്കൊള്ളുന്നതാണ്. ആത്മജ്ഞാനം നേടാനും ജീവിതത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു. ഭഗവാനോടുള്ള സ്നേഹവും വിശ്വാസവും വളർത്താൻ ഇത് സഹായിക്കുന്നു. ഏകാന്തതയും. ഭയത്തിലും കൂട്ടിന് ഭഗവാനുണ്ടെന്ന ബോധം പാരായണത്തിലൂടെ ദൃഢപ്പെടുന്നു. ഭാഗവത പാരായണം ഒരു ശീലമാക്കുമ്പോൾ അത് വെറും ഒരു വായന എന്നതിലുപരി ഭഗവാനുമായുള്ള നിരന്തരമായ സംവാദമായി മാറുന്നു. നിഷ്കളങ്കമായ ഭക്തിയോടെ ഏത് അക്ഷരം വായിക്കുമ്പോഴും അതിൻ്റെതായ ചൈതന്യം അനുഭവവേദ്യമാകും എന്നതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.